ഹലോ കൂട്ടുകാരെ, അപ്പം നമുക്ക് ഇന്ന് ഉച്ചക്കലത്തെ കറി എന്താണെന്ന് ചോദിച്ചാൽ ചെമ്മീൻ അടയാണ്. അപ്പം അതേ ചെമ്മീൻ കിള്ളി ഞാൻ വൃത്തിയാക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം ഇതിനെ ഇച്ചിരി ഉള്ളി ആവശ്യമുണ്ട്, അതുപോലെ ഇഞ്ചി, വെളുത്തുള്ളിയുടെ ആവശ്യമില്ല എങ്കിലും ഞാൻ ഒരള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. 2 പച്ചമുളക്. ഇനി ഇതിലേക്ക് വേണ്ടത് കുരുമുളക്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കറിവേപ്പില. ഇതൊക്കെ കൂടി നമുക്കൊന്ന് അരക്കണ കല്ലേൽ വെച്ച് ചതച്ചെടുക്കണം. അതായത് അട പോലെ ഇങ്ങനെ എടുക്കാനുള്ളതാണ്. അപ്പം ഞാൻ അരക്കണ കല്ലിൻ്റെ വരെ പോകണമെങ്കിൽ പണി 5 ഉണ്ട്. സാറില്ല എങ്കിലും ഞാൻ അതൊന്ന് പോയി വൃത്തിയാക്കിയിട്ട് ഇതൊക്കെ ഒന്ന് ചതച്ച് കൂട്ടിക്കൊണ്ടുവരാം. എല്ലാം ഇട്ട് ഞാൻ നമ്മുടെ അരക്കണ കല്ലെ കൊണ്ട് ചതച്ചെടുത്തിട്ടുണ്ട്. എനിക്കങ്ങനെ കുറേ ദിവസവും ഞാനിങ്ങനെ ചെയ്യണമെന്ന് കരുതണത്. കല്ലിൻ്റെ അവിടെ മഴയും കാര്യങ്ങളായതുകൊണ്ടിട്ടാണ് കേട്ടോ. പക്ഷേ വേറെ എങ്ങനെ ചെയ്താലും എനിക്കതൊരു തൃപ്തിയാവൂല. നമ്മൾ ചെയ്യണ രീതിയിൽ തന്നെ ചെയ്യണം. അതുകൊണ്ടിട്ടാണ് ഞാൻ അങ്ങനെ കല്ല് എൻ്റെ പുറമൊക്കെ നനഞ്ഞു, മഴയുണ്ടല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. ഇനി വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്കത് ഇതുപോലെ ചെറിയ ഉരുളകളായിട്ട് വെളിച്ചെണ്ണയിലിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഓക്കെ, ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണം, എന്നാലേ ആ ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കുറേശ്ശെ വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതിയേ. വെളിച്ചെണ്ണ ഒന്ന് ചൂടാകട്ടെ. വെളിച്ചെണ്ണ ചൂടായപ്പോഴത്തേക്കും ഇച്ചിരി കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ചെമ്മീൻ അട ഉണ്ടാക്കണമാരെ വട്ടത്തിൽ, അതായത് പരിപ്പോടയില്ലേ, പരിപ്പോടയുടെ രീതിയിൽ കനം കുറച്ചിട്ട്, ചെമ്മീത്തിന് വേവണ്ടേ. അപ്പം ഇതുപോലെ കനം കുറച്ചൊന്ന് നമുക്കതൊന്ന് ഇട്ട് കൊടുക്കാം. ഇതൊരട മതിയിട്ടാ. ചോറ് ഒരു പറ ചോറ് തിന്നാം. ഒരു പറയല്ല, നമ്മുടെ ആവശ്യത്തിന് ചോറ് തിന്നാം. ഒരു ഭക്ഷണം അധികം കഴിക്കാതിരിക്കണം നല്ലതെങ്കിലും നമുക്ക് ഇത്തിരി ചോറ് വേണമല്ലോ. എനിക്ക് ചോറ് വേണം കേട്ടോ, എന്തുണ്ടെങ്കിലും ചോറ് വേണം. അപ്പം നമുക്കിതിനകത്ത് ഒരു 3 എണ്ണം ഇട്ട് കൊടുക്കാം. അതുപോലെ എല്ലാം ഒന്ന് അട പോലെ ആക്കിയെടുക്കുക. ഇത് മൂത്ത് വരുമ്പോഴത്തേക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കണം, അത്രയേ ഉള്ളൂ. സംഭവം നല്ല എന്താ പറയുക, ഭാര ടേസ്റ്റ് തന്നെയാണിത്. അപ്പോൾ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് ഇവിടെ കിടന്നൊന്ന് പതുക്കെ ചെറിയ തീയിലൊന്ന് മുരിയട്ടെ കേട്ടോ. അപ്പം നമുക്കിതൊന്നേ മറിച്ചിട്ട് കൊടുക്കാം. നല്ല മണോ കേട്ടോ, ഭാര മണോന്ന്. എന്തായാലും അയൽവക്കം അറിയും അത്രയും മണമുണ്ട്. ഇത് പൊട്ടാണ്ട് എടുക്കാട്ടോ. അതുപോലെ ഒന്ന് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. കൂട്ടിച്ചെടുക്കുക, പൊട്ടിപ്പോവാതെ എടുക്കുക. 3 ഞാൻ മറിച്ചിട്ടിട്ടുണ്ട്. അത് ചെറിയ തീയിലിരുന്നത് വേഗട്ടെ കേട്ടാ. ചെറിയ തീയിലിട്ടാൽ മതി. തിരിച്ച് മറിച്ചൊക്കെ ഒന്നിട്ട് നമുക്ക് കോരാം. ഇത് നല്ല ടേസ്റ്റാണ്. മുമ്പ് ഇവിടെ വീട്ടിൽ ഞാൻ, അതായത് കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നേ പിന്നെയാണ് ഇങ്ങനൊരു സംഭവം. ഇവിടുത്തെ 2ാമത്തെ പെങ്ങള് അവർക്ക് ഇതുണ്ട്, ഇത് ചീനവലയുണ്ട്. അപ്പം ചെമ്മീൻ കിട്ടുമ്പോൾ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഉണ്ടാക്കും. അപ്പം ഞങ്ങൾ എല്ലാവരും ഉണ്ട് ഫാമിലി. അന്നൊക്കെ എല്ലാവരും കൂടുന്ന ഒരു ടൈമായിരുന്നു. ഇങ്ങനെ ഉണ്ടാക്കി ഓരോ അട അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിള്ളേർ പൊയ്ക്കോളും. ഒരു 10-12 പിള്ളേരും ഉണ്ടല്ലോ. അന്ന് തുടങ്ങിയത് ഉണ്ടാക്കിയിട്ട് പിന്നെ ഇത് അങ്ങോട്ട് വിട്ട് കളഞ്ഞൊരു സംഭവം ഉണ്ടാകും. ഈ അടുത്ത ദിവസം എൻ്റെ മോൻ പറഞ്ഞ അമ്മ ചെമ്മീൻ കൊണ്ട് അട ഉണ്ടാക്കാറുന്നില്ലായിരുന്നു. ചെമ്മീൻ ഉലത്തണയിലും എന്ത് ചെയ്യണേലും ഒരു ടേസ്റ്റ് വ്യത്യാസമുണ്ട്. ഇതിന് നല്ല ടേസ്റ്റാണ്. 2-3 പ്രാവശ്യം ഞാൻ മറിച്ചും തിരിച്ചൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടാ. കൂട്ടുകാരെ, ചോറ് ഇപ്പം തന്നെ കൊള്ളാറുണ്ട്. അപ്പം നമുക്കിതൊന്ന് കോരി മാറ്റാം. ഇത് കോരി എടുത്തിട്ടുണ്ട് കേട്ടാ. കണ്ട, ഇനി നമുക്ക് അടുത്തത് ഇട്ട് കൊടുക്കാം. അപ്പം ഇതുപോലെ തന്നെ ആ വേപ്പില ഞാൻ അന്നത്തെ തന്നെ ഇട്ട് വേറെ ഇട്ടുണ്ടാകുന്ന എഴുതിയിട്ടാണ്. ഇവിടെ വേപ്പില അധികം പറയും, ഇത് വേപ്പില പിറക്കി കളയാൻ മാത്രമേ നേരമുള്ളെന്ന് പറയും. പക്ഷേ ഓരോ പ്രാവശ്യം ഇടുമ്പോഴും ഇച്ചിരി പച്ച വേപ്പില ഇടുകയാണെങ്കിൽ ചട്ടിയുമ്മ പിടിക്കേയില്ല. നോൺ സ്റ്റിക്കേ പിടിക്കൂല. ഞാൻ നോൺ സ്റ്റിക്ക്. അപ്പം ഇതും ഞാൻ എടുക്കേണ്ട. ബാക്കി ഇത്രയുണ്ട്. ഇത് വൈകുന്നേരം നമുക്ക് ചൂടാം, അതാണ് നല്ലത്. വൈകുന്നേരം അട ഉണ്ടാക്കണം നല്ലത്. അപ്പം നല്ല ഫ്രഷോടുകൂടി കഴിക്കാൻ പറ്റുമല്ലോ. ഇതിപ്പോൾ ഉച്ചക്കലത്തുള്ളത് മാത്രമാണ് ഞാൻ റെഡിയാക്കി എടുത്തേക്കണം കേട്ടോ. ഇനി നമുക്ക് തൈരും കൂടെ റെഡിയാക്കണം. ഇതാണ് സംഭവം. കണ്ട,
ഇനി നമുക്ക് ചട്ടി ഒന്ന് മാറ്റാം. ചട്ടി എടുത്ത് മാറ്റിയിട്ട് നമുക്ക് തൈര് ഒന്ന് റെഡിയാക്കി എടുക്കാം. ചട്ടി വെച്ചു. ആദ്യം നമുക്ക് ഇച്ചിരി ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി കറിവേപ്പില ഇട്ടു, ഉണക്കമുളക് ഇട്ടു, ഉള്ളി, ഇഞ്ചി അല്ല വെളുത്തുള്ളി, ഇഞ്ചി ഇല്ലാട്ട വെളുത്തുള്ളി, പച്ചമുളക് ഇതൊക്കെ ഒന്ന് വാടട്ടെ കേട്ടാ. അപ്പം നമ്മൾ വീട്ടിൽ ഒഴിക്കുന്ന സംഭവമുണ്ട് ഇത്. ഞാൻ വെള്ളമൊന്നും ചേർക്കണില്ല. തൈര് അധികം പുളിയില്ലാത്ത തൈരാ. ഇതൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് മഞ്ഞപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കും. കണ്ടോരു നാട്ടനുള്ളം കൊതിക്കുന്ന കള്ളക്കറുമ്പനെ കണ്ടോ കാറ്റ്. അപ്പൊ ഏതാണ്ട് ഒന്ന് കളറ് മാറിയിട്ടുണ്ട്. എന്നാലും ചെറുതായിട്ട് നമ്മുടെ ഉള്ളി മൂക്കണം. ആ ഒരു പ്രത്യേക മണമല്ലേ, അത് വരണം. അപ്പൊ ഒന്ന് മൂത്ത് വെക്കട്ടെ കേട്ടാ. കാക്ക ചോറിന് വിളി തുടങ്ങി. കറക്റ്റ് ടൈമിന് വരും കാക്ക. കാലത്ത് വന്ന് വിളിക്കും, ഉച്ചയ്ക്ക് വന്ന് വിളിക്കും, പിന്നെ 5 മണിക്ക് വരും. ഇത് ചോറ് കൊടുത്താൽ മതി. വേറെ എന്തുകൊണ്ട് അരി പോലും കൊടുത്താൽ എടുക്കൂല. ചോറ് വെക്കണം. ഞങ്ങളുടെ അമ്മയാണെന്ന് തോന്നുന്നത്. വെറുതെ പറഞ്ഞാട്ടായിരിക്കണം. അമ്മ ചോറ് മാത്രമേ കഴിക്കുള്ളൂ, പലഹാരങ്ങളൊന്നും കഴിക്കില്ല. എന്നിട്ട് നമുക്കൊരു ഷുഗർ പോലും ഉണ്ടായിരുന്നില്ല മരിക്കണമെന്ന്. അപ്പം അതെ മൂത്തിട്ടുണ്ട്. അപ്പം ഇനി ഇന്നത്തെ നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ഇട്ടു. മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു കളർ കിട്ടാൻ വേണ്ടി ഇച്ചിരി മുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. വേണമെങ്കിൽ ഇട്ടാൽ മതി മുളക് പൊടി. എനിക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ഇട്ടതാണ്. ഒഴിക്കാനുള്ള തൈര് എടുത്തിട്ട് ബാക്കി തൈര് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. തീ ഓഫ് ചെയ്താക്കണം കേട്ടോ. ചട്ടിയുടെ ചൂട് മാത്രം മതി. ഇതിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ എന്താണ് തൈരും അടയും റെഡിയായി. ഇനി നമുക്ക് ചോറ് തിന്നാൽ മതി. ഉപ്പുണ്ടാ നോക്കിയേക്കട്ടെ. അടിപൊളി. മീറ്റിൻ്റെ കാശേ ഭയങ്കര വിലയാണ്. മീറ്റിനൊക്കെ ചാളക്കൊക്കെ 400 രൂപയാണ്. നടക്കൂല. ഇപ്പം ഇങ്ങനെയൊക്കെ തിന്നാലും ഭക്ഷണം കഴിക്കണ്ടേ അല്ലേ? അപ്പം ഇതൊക്കെയാണ് നല്ലത്. അപ്പോൾ നമ്മുടെ മോര് കാച്ചിയതും അട റെഡി ആയിട്ടാണ്. അപ്പോൾ കാണുന്ന ആൾക്കാർ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാൻ. നിങ്ങൾ എന്താ എനിക്ക് കമൻറ്റ് തരാത്തത്? എന്നോട് വല്ല വഴക്കുണ്ടോ? ഇല്ലല്ലോ. എന്നാൽ കമൻറ്റ് അടിക്കുന്നേ. അപ്പോൾ ഓക്കെ, നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ക്യാമറ കടിക്കടും കൊണ്ടു നടക്കാൻ മടിയാ. ഓക്കെ, ചോറിലോട്ട് നമ്മുടെ സൂപ്പർ തൈര് കറി മോര് കാച്ചിയത് ഒഴിച്ചു കൊടുക്കും. എനിക്ക് തേങ്ങ അരച്ച് മോര് കാച്ചാനാണ് ഏറ്റവും ഇഷ്ടം. പക്ഷെ പുറത്ത് മഴയാറിനെ കല്ലയിലിട്ട് ഇറക്കാൻ പറ്റില്ല. ഞാനിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കിയാൽ ക്യാമറയും കൊണ്ട് പോകണം. അതുകൊണ്ട് കേട്ടാ. അപ്പം അതെ തന്നില്ലെന്ന് പറയരുത്, എടുത്ത് കഴിച്ചോളണം. 2 അടയും വെച്ചിട്ടുണ്ട്. കഴിക്കാവൂണ്. സൂപ്പർ.